ഹലോ. അപ്പോൾ പാർട്ട് 2 ആണ് കേട്ടോ ധ്രുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ. പാർട്ട് 1 കണ്ടവർക്കറിയാം, ഒരു ഗ്ലാംസ് എടുത്ത് 8ന്റെ പണി കിട്ടി അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് അക്കോമഡേഷൻ തപ്പി നടക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ലാസ്റ്റ് നമ്മളൊരു 5:30-6 മണിയോടെ അബാഡ് സിൽവർ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഒരു പണി കഴിയും തോറും അടുത്ത പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. ഇതിന്റെ അക്കോമഡേഷന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് നമ്മളൊന്ന് കറങ്ങി. എന്തായാലും വാഗമണ്ണിൽ നിന്ന് ഒരു 35-40 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യണം കേട്ടോ ഈ അബാഡ് സിൽവർ മിസ്റ്റ് വരാൻ. അത്യാവശ്യം പറയുകയാണെങ്കിൽ നല്ലൊരു കുന്നിന്റെ മുകളിൽ തന്നെയാണ്. പിന്നെ ഏറ്റവും നമുക്ക് ഫേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം വന്നത് അവിടുത്തെ ഒരു റോഡാണ് കേട്ടോ. ഓഫ് റോഡ് പോകുന്ന പോലെ നമുക്ക് ചിലപ്പോൾ തോന്നും, കാര്യം ഇടയ്ക്ക് പണി നടക്കുന്നുണ്ട്. പിന്നെ ഈ ജീപ്പ് സഫാരിക്ക് പോകുന്ന ഒരുപാട് ഈ ജീപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർ ഹോൺ അടിക്കത്തില്ല, അവരിങ്ങനെ സ്പീഡിന് ഇങ്ങനെ വരും. നമ്മളിങ്ങനെ ഹോൺ അടിച്ച് ഈ വളവുകളിലൊക്കെ ഇങ്ങനെ പതുക്കെ ശ്രദ്ധിച്ച് ഓടിച്ച് നമ്മൾ ഒരു വിധത്തിൽ എത്തിപ്പെട്ടു. അതുമാത്രമേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. റൂമൊക്കെ അത്യാവശ്യം നല്ല റൂമായിരുന്നു, എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ബാൽക്കണി ഉണ്ടായിരുന്നു. അതിന്റെ വ്യൂ വന്നിട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോയ ദിവസം വന്നിട്ട് അവിടെ റൂംസ് എല്ലാം ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടിപ്പട്ടാളംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധ്രുവ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവന് കളിക്കാൻ കുറെ ചേട്ടന്മാരെ ചേച്ചിമാരെ. രാവിലെ 3-3:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും എണീറ്റത്. എന്നിട്ട് വാഗമണ്ണ് വന്ന് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഈവനിങ് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള പ്ലാൻ ആണെങ്കിലും ആകെ കുളയത് കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ചെക്കിനായിട്ട് നമ്മൾ കിടക്കാൻ നിന്നാൽ നല്ലതുപോലെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഒരു പരിപാടികളും നടക്കത്തില്ല. അപ്പോൾ പിന്നെ കിടക്കാൻ നിന്നില്ല, നേരെ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലാണ് കേട്ടോ പോയത്. ഇവിടുത്തെ ഇൻഡോർ പൂളായിരുന്നു, നല്ല വൃത്തിയുള്ള പൂളായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് പിടികിട്ടിയത്. എന്തായിരുന്നാലും നല്ല ചിൽഡ് വാട്ടറായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് പോയി കേട്ടോ. അവിടെ ചെന്നിരുന്ന് നല്ല ടീ ഒക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ഡിന്നറിൻ്റെ ടൈമായേ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ഫുള്ളായിരുന്നു ഗസ്റ്റ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ബൊഫറ്റായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡും വളരെ തിരക്കേടില്ല. ഞങ്ങളെ കൂടാതെ 2 ട്രിവാൻഡ്രം ഫാമിലീസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മോളുടെ പേര് മാധവിയാണ്. അവർ പോത്തങ്കോടിയിൽ നിന്ന് വന്നേ. പിന്നെ ഒരു വട്ടിയൂർക്കാവിൽ നിന്ന് വന്ന ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു അയാൻ എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു, 7 വയസ്സുള്ള. അവനുമായിട്ടായിരുന്നു ധ്രുവ് ഭയങ്കര ക്ലോസ്. ലാസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിന് 2 പേർക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവനും ഒറ്റ മോനായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു 2 പേർക്കും. അപ്പോൾ അവിടുത്തെ തൊട്ടിൽ കണ്ടപ്പോൾ കുഞ്ഞിലേ കിടക്കാത്ത എൻ്റെ മോനെ അപ്പം തന്നെ കിടക്കണമെന്നൊരു കൊതി. പിന്നെ അവനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇട്ട് കളിപ്പിച്ചു. പിന്നെ നമ്മൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ധ്രുവിനെ കുറച്ച് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് അലമ്പില്ലാതെ ഫുഡ് കഴിക്കാം. ഇല്ലെങ്കിൽ അവൻ നമ്മളെ കഴിക്കാൻ ശ്രമിക്കത്തില്ല. അവനും സ്വയം ലാസ്റ്റ് മിനിറ്റ് എടുത്ത് അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ ഈ സെലിബ്രേഷൻ സെറ്റപ്പിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ അവരെന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പ്ലേ ഏരിയയിൽ ചെന്ന് കേക്ക് കട്ട് ചെയ്തു. കാര്യം താഴെയൊന്നും കേക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ലൈറ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ധ്രുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഇപ്രാവശ്യം കൊടുത്തത്. അവൻ ഈ ഡംബി, JCB, റോഡ് റോളറൊക്കെ മതി, അത് എത്ര കിട്ടിയാലും അവന് ഹാപ്പിയാണ്. അപ്പോൾ അത് തന്നെയായിരുന്നു ഞങ്ങൾ ഗിഫ്റ്റ് പറയാം. ധ്രുവിൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കലും ഒരു സ്റ്റേക്കേഷൻ ഈ അബാഡ് സിൽവർ മിസ്റ്റ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം പ്രോപ്പർട്ടി വളരെ ചെറുതാണ്. പക്ഷെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. രാത്രിയൊക്കെ നല്ല കോടയായിരുന്നു. അല്ല നിങ്ങൾ വാഗമണ്ണൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വന്ന് സ്റ്റേ എടുക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഞാൻ സജസ്റ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ പപ്പയും മോനും ഉറക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്രുവ് എണീറ്റും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിനൊക്കെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പപ്പയും കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. കാര്യം നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് വന്നത് 2 ദിവസം വാഗമൺ എന്നായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ ഫ്ലോപ്പായി. അപ്പോൾ പിന്നെ നമ്മൾ എന്താണെന്നാലും വാഗമണ്ണിൽ നിന്ന് നമ്മൾ നേരെ തേക്കടിയിലേക്ക് പോകാമെന്ന് വെച്ചു. തേക്കടി നമ്മളൊരു സ്റ്റേക്കേഷനാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. ലാസ്റ്റ് മിനിറ്റ് എടുത്താണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സ്റ്റേക്കേഷന്. കാര്യം നമ്മളൊരു സ്പൈസ് ഗാർഡൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ റിസോർട്ട് ഉള്ളത്. ഭയങ്കര അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് കുറച്ച് ദൂരം ഉണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-52 കിലോമീറ്റർ ഉണ്ടായിരുന്നു വാഗമണ്ണിൽ നിന്ന് തേക്കടിയിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി, നേരത്തെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അവിടത്തേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റേക്കേഷൻ എവിടെയാണ്, എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടി നെക്സ്റ്റ് വീഡിയോ മറക്കാതെ കാണാം. പുതിയ വീഡിയോയിൽ കാണാം.